ദിവ്യച്ചു കൊടുത്താളെ ദിവ്യച്ചു ചിക്കൻ സമൂസ വേണി മേടിച്ചോ? എനിക്ക് വേണ്ട. എവിടെ വെച്ചിട്ടുണ്ട്? ആരെങ്കിലും വേണേ കഴിച്ചോ? മക്ക് വേണ്ടല്ലോ. വേണ്ടല്ലോ. അടുത്ത നിങ്ങൾ ആരല്ലോ നിങ്ങൾക്ക് മരിച്ചൂലേ? അങ്ങനെ ഇരിക്കും. നിന്റെ ഫോട്ടോ അങ്ങനെ ഇതല്ല അപേക്ഷ തരുന്നത്. തീർന്നില്ലേ? അവിടെ പ്ലേറ്റിക്കൊക്കെ പ്രാർത്ഥന തലാത്തിന് ഞാൻ പറയും. ഞാൻ മാത്രം കണ്ണടക്കാം. കുഞ്ഞങ്ങോട്ടിരുന്നു. എന്നാ ചോദ്യം എളുപ്പാക്കാം. പറഞ്ഞൂടിയൊന്നും തള്ളയത്. നിങ്ങൾ അറിഞ്ഞിരുന്നോ മുന്നേ തന്നെ ഈ പ്രോഗ്രാമുള്ള കാര്യം? ഗർഭിണിയാന്നുള്ള പേരോ? അല്ല, പക്ഷെ ഇന്നസ് ഇന്നലെ പറഞ്ഞേ പപ്പാക്ക് ഇന്നലെ മെസ്സേജ് പപ്പ മം ട്യൂബ് മേടിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ മേടിച്ചോളാം. പപ്പാന്റെ പ്രൈവസി കേറിയിട്ട് ഇതാക്കണം. പപ്പാന്റെ ഫോണിക്ക് ഞാൻ എന്തൊക്കെ മെസ്സേജ് ഒരാളെ പ്രൈവസി അല്ലേ അതിൽ വെച്ച് കേറി ഇടപെടാൻ പാടില്ല. അപ്പൊ ഞാൻ ആവശ്യത്തിൽ പ്രൈവസി നിങ്ങളെല്ലാ പ്രൈവസി നിങ്ങളെ മൂന്നാളെ പ്രൈവസിയിൽ ഞാൻ കേറി ഇടപെടുന്നു. അതിനുള്ള പവർ ഒക്കെ ഉണ്ട്. എന്താ ഇതിനെ കുറിച്ച് പരാമർശിക്കാനുള്ളത്? എന്നിട്ട് പരിപാടികൾ അങ്ങ് വരുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നി? അല്ല, പിന്നെ ഇന്ന് രാവിലെ മാമൻ നല്ല ചൂടില് ഓഫീസിലത്തെ പ്രശ്നം കൊണ്ട് അപ്പൊ പിന്നെ ഞാനും പിന്നെ മറന്നു. എങ്ങനെ പറയണ്ടു അമ്മ? സഫ്നാന്റെ മൊബൈലൊക്കെ മേടിച്ചത് കയ്യിലുണ്ടായിരുന്നില്ലേ? എങ്ങനെ ഇങ്ങോട്ട് എത്തി സഫ്നക്ക് അറിയില്ല. മൊബൈൽ മേടിച്ചത് മാമന്റെ റൂമിലുണ്ടായിരുന്നു. പക്ഷെ അത് ഗിഫ്റ്റ് കൊടുക്കാൻ നേരത്തെ അത് ഇങ്ങോട്ട് എങ്ങനെ എത്തി? അതാണ് മാമനോടെ ചിന്തിക്കും ഈ കൈകൾ. പക്ഷെ മാമ വണ്ടി നിർത്തിട്ടില്ല. വരുമ്പോ ഞങ്ങൾ രണ്ട് കയ്യിലും ഇല്ല സാധനം ഒന്നുമില്ല. അപ്പൊ മാമനോട് ചോദ്യം, ആ ഫോൺ എവിടെ വെച്ചിരുന്നു? ഞാൻ ഒളിപ്പിച്ചത് വണ്ടിയിൽ ഫോൺ രണ്ട് കൈ കാലി ആൾക്കാരും കൂടി കാണുന്നുണ്ട്. ഒന്നും കൂടി അടുപ്പിച്ചു നമ്മുടെ റൂം ഇവിടെ എയർപോർട്ടിന്റെ അടുത്ത്. അതാണ് ഇവിടെ എല്ലാരും വരാറില്ല. ഇങ്ങനെ ഞങ്ങൾ പറയണ്ടേ? അത് ഇറങ്ങാണ്. എത്തി അവിടെ എത്തി നിലത്തെത്തി. ചർച്ച ഞാൻ എടുക്കുന്നുണ്ട്. കാര്യങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോ ആന്റിക്ക് സംശയം അത്രേ. ഇവിടെ ആരും കാണാനില്ല. ആരെ സംശയം? മാമനെ പണ്ടേ സംശയമല്ലേ? അങ്ങനെ ഇവിടെ വരാൻ സാധ്യതയില്ല ഈ വീട്ടില്. കണ്ടപ്പോ തന്നെ ഓടി
അപ്പൊ എന്തോ ഓടിയത് ഒരു പന്തികളുടെ ഞാനാ നിങ്ങളോട് പറയാന് എല്ലാ പൊളിക്കുമേ പൊളിയാ പാത്ത് പറഞ്ഞേ അങ്ങനെ ഞാൻ പാത്തുവിന് തല്ല കൂടിയതാ പാത്തിനോട് തന്നെ പർദ്ദ ഇട്ടിട്ട് ക്രാബ് ഇട്ട് ഉമ്മച്ചി ഞാൻ പർദ്ദ സാധ്യത ഇല്ലായിരുന്നു അത് പോയേക്കാ അപ്പൊ ഡാഡി ഞാൻ ഉദ്ദേശിച്ച ഇവിടെ കുറച്ച് പറയ് എങ്ങനെ എടുക്കണ്ട് പറഞ്ഞോ എങ്ങനെ എടുക്കണ്ട് പറയ് പറയ് വളരെ നന്നായി അല്ല മാമൻ അടിയിലെത്തും വിളിക്കാറല്ലേ ഞാനിവിടെ രണ്ട് കൊരൊക്കെ കുറച്ചിട്ട് അപ്പൊ ഇവിടെ അറിയും ഞാൻ വയ്യടി എന്താ പറ്റിയിട്ട് സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിഞ്ഞൂടെ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുക അറിവില്ല എങ്ങനെ അഭിനയിക്കണ്ട് എന്നോട് ആരും പറഞ്ഞില്ല പക്ഷെ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചതല്ല അങ്ങനെയാണ് വേണ്ടത് മാമമുത്തുവാൻ പറയണുണ്ടല്ലേ എക്സൈറ്റ്മെന്റിൽ റൂബിക്ക് വിളിച്ച് എല്ലാം റെഡിയാണ് പോകുന്നത് ഈ പറയേണ്ടത് ഇപ്പൊ ചോദിക്കുമ്പോ ഇത് ഞാൻ ഒരിക്കലും അങ്ങനെ കട്ടെ ഇത് വളരെ അല്ല നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പരിപാടി അവിടെ മാമൻ പറയണ്ട് ഫുള്ളാക്കട്ടെ എന്നെ മാമനെ കൊണ്ട് പറയിപ്പിക്കും വയറിനെ പൊട്ടിച്ചാണ് മനസ്സിലായപ്പോ പറഞ്ഞ എന്താണ് വളരെ സർപ്രൈസ് ആയി ഞാൻ ചോദിക്കാം അപ്പൊ എങ്ങനെ പറയണ്ട് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കുന്നിട്ട് ചോദിക്കും അതന്നെ ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോ ഇത് ഞങ്ങൾക്ക് ഇത് ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ കിട്ടിയിട്ടില്ലേ ഞാൻ ജീവിതത്തിൽ 2 കൂടി മുന്നേ കിട്ടിയില്ലേ വയറ്റിലുള്ള എല്ലാം പറയണത് എന്നിട്ട് കരയണോ കുട്ടികളുടെ കണക്കല്ല പറയണ്ടേ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇതിനു മുമ്പ് ഉണ്ടായില്ലല്ലോ ഇല്ലല്ലോ മോം ടൂബി ഉണ്ടായില്ല മോം ടൂബിക്ക് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ അല്ലേ എന്നിട്ട് കരയണോ എനിക്കങ്ങനെ സർപ്രൈസ് ആയി പോയി മാമനല്ല ആള് മാറി കട്ട് റെഡി വാണ്ട് അത് ശരിക്കും അഭിനയാവും അറിയില്ലേ മാമനെ പറ്റി ഒരു അംശം അഭിനയം അറിഞ്ഞാ കുലിച്ചിട്ട് മാമനെ പറ്റി അഭിനയാണ് ഇതിന് വേണ്ടത് അല്ലേ അഭിനയം അറിയാം താത്ത ഞാൻ ചോദിക്കാം റെഡി വാണ്ട് അല്ല നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി പ്രതീക്ഷിക്കുന്നോ അന്നോടല്ലടാ കള്ളി മാറിയ പറഞ്ഞു ഞങ്ങള് നിങ്ങള് വരുത്തുമോ ഡെഡിക്കേറ്റ് ചെയ്യും രണ്ട് ബലൂണ് ഞാൻ പന്തിന് ഞങ്ങൾ പ്ലാൻ ചെയ്തത് താത്താക്ക് 2 ബലൂൺ വെച്ച് കെട്ടിട്ട് ഡെഡിക്കേറ്റഡ് മാം ടു ബി സപ്നാഥ് അങ്ങനെ പ്ലാൻ ഡെഡിക്കേഷൻ ചെയ്യും സഫ്നാക്ക് പരിപാടി പ്രതീക്ഷിച്ചിരുന്നോ അല്ല ഇന്ന് രാവിലെ വരെ മാമന് ചൂടിലേക്ക് അപ്പൊ ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല മാമൻ എന്നോടല്ല കേട്ടോ ചൂടില് ഓഫീസിൽ ചൂടാവില്ലല്ലോ നിങ്ങളല്ലേ ചൂടാവില്ല വരെ മാമൻ തിരക്കില്ല ആരെ തിരക്കി ഉച്ച വരെ ഞാൻ തിരക്കിലായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഉറക്കിലായിരുന്നു പിന്നെ ഞാൻ ടെലിഫോണിലായിരുന്നു പിന്നെ ഓണായത് വൈകുന്നേരത്താണ് ഓണ കഴിച്ചിട്ട് എത്രയായി ആന്റി നല്ല കളിപ്പാട്ടം മേടിച്ച പോലെ പറയണേ ഉച്ച വരെ ഓപ്പാക്കിട്ട് ഇവിടെ വന്നപ്പോഴാണ് പിന്നെ രാത്രി വൈകിട്ടായപ്പോ മാം ടു ബി എത്ര കഴിഞ്ഞപ്പോ ഹാപ്പി ബർത്ത്ഡേ മാമൻ അടുക്കില്ല ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചില്ല നിങ്ങളുടെ സെറ്റപ്പ് ഫുൾ ആവുന്ന ഗിഫ്റ്റുകളൊന്നും ഞാൻ കുട്ടി വലുതായി വളർന്ന് അല്ല ഇന്നൂസിന് ഭയങ്കര സംഘടനയാണ് ഇന്നൂസിന് സംഘടന മാം ടു ബി പൊളിഞ്ഞു ഞാൻ സ്റ്റാർട്ടിങ് ഇന്നൂസ് എന്നോട് പറഞ്ഞു അപ്പൊ മാം ടു ബി പൊളിഞ്ഞു എന്നുള്ളതായിരുന്നു പിന്നെ ഇന്നൂസിനെ പേഴ്സണായിട്ട് പറഞ്ഞു പൊളിഞ്ഞിട്ടില്ല ഇത് വേറെ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മള് ബാക്കിലും മുമ്പിലും ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടാൽ പോള് കാര്യമില്ലേ കരയാണ്ടിരിക്കാനാണ് ഒരു സമാധാനത്തിനുള്ള പിടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കണേ സങ്കടം തീർക്കാൻ
എന്നോട് പറഞ്ഞ് വിളിക്കണ്ട കാത്തിരിക്കുന്നിട്ട് ആ മൂടൊക്കെ പോയി. ഏത് മൂട്? പപ്പട മൂട്. ന്യൂസ് കാര്യ പപ്പട മൂട്. ഏത് മൂട്? ഡ്രസ് പറഞ്ഞില്ലല്ലേ അലക്ക ഇന്നൂര് കൊണ്ടുവരാൻ നടത്തിയിട്ട് ഇന്നൂസ് കൊടുത്ത ഡ്രസ്സാ നാട്ടിലത്. അതറിയാം എനിക്ക് വല്ലോ. ആ പിന്നെ നാട്ടിൽ എത്തിച്ചാണ് കൊറിയറിന്. അതിന് വേണ്ടി മണ്ടിപ്പായി മിഞ്ഞാന്നൊക്കെ ഞങ്ങള്. ആ ഇവിടെ ഒന്നും അറിയില്ല. ഇതിന്റെ ബാക്കിൽ ഒരു കൂട്ടം ആളുകൾ ആ കറുത്ത തലമുറ പോയിട്ട് മാമ ഈ കഞ്ചാവ് കേസിലേക്ക് ആൾക്കാരുണ്ടോ? ഞാനൊക്കെ പറഞ്ഞു തരുമ്പോ ആളൊക്കെ കൊള്ളാവില്ലേ? ഞാൻ കാണുന്നവരെ ആന്റി ഇവിടെ ഉണ്ട്. ആന്റി ഫോണുണ്ട് ആന്റി അതെ ക്യാമറ മുമ്പിലാക്കി ആന്റിയെ നിങ്ങള് ഫോണിൽ കളിക്കണ്ട ഉണ്ടാ ചാർജ് നോക്കിയതാ. നമ്മളെ ചൂടും ചിക്കൻ ചൂടൊക്കെ കൂടി ചിക്കൻ എന്ത് ചൂട് ഒരു ചൂട് പ്രഷർ ഇതിന്റെയൊക്കെ ബാക്കിൽ കകന്റെ കൈയാണ്. കാലല്ലേ പിന്നെ നേതാവ് പിന്നെ നേതാവ് നേതാവിടെ നേതാവ് നേതാവിന് ചുക്കാൻ പിടിക്കുന്ന ആള് നേതാവിന്റെ ബോസ് നേതാജി ചിക്കൻ തീരെ പോരാ തിന്നാൻ പോരാ. അതല്ലേ ഞാൻ സത്യം പത്തി പറയുമ്പോ തന്നെ എന്ത് നോടാണ് അടിച്ചാക്കി വെച്ചിട്ടാണ്. അതന്നെ ഒരു ഫോണൊക്കെ ഉണ്ട് നോക്കട്ടെ. അതില്ലാത്തൊരു കുടുംബം. ഇങ്ങോട്ട് എന്താണ് ഈ കൈകളിലേക്ക് വെച്ചാൽ രണ്ട് വെച്ചാണ് ഈ രണ്ട് കൈ വെച്ചാണ് ഈ റീൽസ് കാണുന്നു. അത് സൗണ്ട് കുറച്ച് കാണും. അതന്നെ നിങ്ങളെ കൈ കിട്ടോന്നു അതിനുള്ള ചങ്കൂറ്റം വേണം. ഇൻഷാ അല്ലാ അല്ലേ കിട്ടും നമുക്ക്. മോടെ കണ്ട ഇടപെടും. ഉറങ്ങാൻ പോയി മീൻ പിടിക്കാൻ പോണ്ടല്ലേ അപ്പൊ എന്നോട് പറഞ്ഞിട്ട് എടുക്കണ്ട പറയാണ്ട് എടുത്തോ. മീനൊക്കെ പുറത്ത് ഏതൊരു തോണി വിളിച്ചിട്ട് പോയൊക്കെ ബോട്ടിലേക്കല്ല ആളില്ല അപ്പൊ ബോട്ടിലേക്കുള്ള ആളില്ല അപ്പൊ തോടി വെച്ച് പോയത്. അപ്പൊ നെക്സ്റ്റ് പ്രോഗ്രാം മീൻപിടുത്തം. ഇത് നെക്സ്റ്റ് പാർട്ടിലിടാം. വലിയ ലെങ്തായി പോടോ. മലക്ക് പോകാൻ തീരുമാനിച്ചാ മാലട്ടിക്കണ ഈ മുസ്തഫി അല്ലേ മുസ്തഫ ടു മുസ്തഫ ഞാൻ കാര്യം എവിടെ ഗവൺമെന്റ് എന്നെ വിളിച്ചിരുന്നില്ലേ? ഈ വിളിച്ചിരുന്നാ? സോറി ഫോർ വിളിക്കട്ടെ. ആ നായ കുറെ നേരം വിളിക്കോടിക്കും അവിടെ കിടക്കട്ടെ. എന്നിട്ടിപ്പോ അന്നെ കണ്ടപ്പോ ഭയങ്കര സ്നേഹം.
ആ ഓക്കരെ കാണിച്ചത് കേക്ക് എടുക്കില്ല ആന്റിയുടെ പള്ളകാലിലേന്ന് മറ്റോള് കുടിച്ചിട്ട് കഥ എടുക്കത്ത് ഇപ്പൊ പറയണ ഞാൻ പറയണത് മുസ്ത വിളിക്കണ അത് കട്ടാക്കിട്ട് മുസ്താന്റെ ഫോൺ എടുത്തോന്നെ. അപ്പോൾ പറയണേ അത് ഒന്നാമത്തെ ഭാര്യത്തെ, ഒന്നാമത്തെ തൗഫീക്ക്, രണ്ടാമത്തത് ഈ, മൂന്നാമത്തെ അത്ര നിപ്പ. ആ പാവത്തിന്റെ അടച്ചു നിങ്ങള് അങ്ങനെ തടിയൊക്കെ ഉഷാറായല്ലോ. വീഡിയോ വരുന്നതല്ല കട്ടാക്കി ജാണല്ലോ പറഞ്ഞോളി. എനിക്കത് നല്ലേ. പിന്നെ കല്യാണം എന്തായി? എന്തായി കല്യാണം എന്തായി? വീട്ടിലെത്തിയാ ഇവിടെ നാട്ടിലാ ഈ മറ്റേ ദിവ്യയുടെ നാട്ടിലെത്ര ഡ്യൂട്ടി കിട്ടാ? ഗവൺമെന്റ് ലീവല്ലേ 3 ദിവസം? ഐ ബാബു മാം ടു ബി ബാബു ഐ ബാബു ബാബു കൈമ ഇഞ്ചുറി കാണിച്ചത്. ആര് കട്ടിയതാ പറഞ്ഞ മോം മാം ടു ബി മോം കാട്ടി. ഓന്റെ അവിടെ പൊന്നു എടാ ഞാൻ എങ്ങനെയാന്ന് ഫോട്ടോയില്, ഞാൻ ഫോട്ടോയില് എങ്ങനെയാന്ന് ബാബി എങ്ങനെ ഫോട്ടോയില് എങ്ങനെയാന്ന് പറഞ്ഞ ഫോട്ടോന്റെ മുഖം എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു? ആ ബാബാന്റെ മുഖം എങ്ങനെയായിരുന്നു? ബാബാന്റെ മുഖം എങ്ങനെയായിരുന്നു? ബാബാന്റെ മുഖം എങ്ങനെയായിരുന്നു? നേരം വരെ ഉറങ്ങാത്ത ഏതിന് ഇപ്പൊക്കെ വിളിക്കണേ? അവിടെ 3G എപ്പോഴും വീഡിയോ മൊത്തം കട്ടാക്കേണ്ടി വരും. ഇത് സെൻസർ ബോർഡിന് പാടൂലേ? അവിടെ റേഞ്ച് 2G എടുപ്പോഴും. ആന്റിയ ഒരു യോയോ എടുത്താൻ, വരുന്നേ ഒരു യോയോ. ആന്റി ഒരു യോയോ എങ്ങനെ യോയോ ഡക്കടക്ക ആന്റിയ ഒരു ഡക്കടക്ക കൊടുക്കിയത്. പറഞ്ഞില്ലേ സത്യം മാത്രമേ പറയുള്ളൂ. കഴിഞ്ഞില്ലേ ചളിഞ്ഞ കോമഡി ഒഴിവായില്ല. കൊറേ നേരമായി പറയും. ഇനി പറഞ്ഞിട്ടേലുള്ളൂ. ആ ഇത്ര നേരമായി ഒരു കോമഡി ഇങ്ങനെ ഇനി അങ്ങനെ പറയും. അതാ പെണ്ണുങ്ങളെ പറഞ്ഞേ. മൊത്തം കൈത് പോയിട്ടാ. ഇപ്പനെ കുറിച്ച് നിങ്ങൾ എന്തിനാ ഇത് ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞത്? വീഡിയോ ഇടാൻ കഴിയില്ലേ? എന്താണ് ഇട്ടാല് ജിന്റെ എന്തൊക്കെ ഉണ്ട്? കൊറോണ പിടിക്കുള്ളൂ. നിപ്പയുടെ കാര്യം നിപ്പ നിപ്പ വരണം നമുക്ക് ആഗ്രഹമുണ്ടോ? അല്ല ചോദിക്കട്ടെ, അനക്ക് നിപ്പ വരുന്ന കൊറോണ വരുന്ന ആഗ്രഹം? എനിക്ക് നിപ്പ മാത്രമേ ഉള്ളൂ. ഇതിന് മുന്നേ കൊറോണ വരുന്ന അല്ല കുടുംബകാലക്ക്. പിന്നെ നിങ്ങൾ ഈ തോളത്ത് കേട്ടിരിക്കണതേ നിങ്ങളെ കുട്ടിച്ചാത്തന, അല്ലാണ്ട് ഭർത്താവല്ല. ഓർത്തോളി, നിങ്ങൾ നല്ലതിനാവില്ല. കൈ പിടിച്ചോടിത്തോളോ. ഹലോ ഗായ്സ്, വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കോട്ടത്തിൽ വന്ന് ചിരിഞ്ഞായിരുന്നു. ഇത് കല്യാണൊക്കെ ആലോചിച്ചോ? ശനി ഞായറും വിളിച്ച കിട്ടൂല അവളോട്. വെള്ളി ശനി അല്ല, ഇത് ആദ്യം തന്നെ പറഞ്ഞ കല്യാണം മുടങ്ങി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളി ശനി വിളിച്ചാ കിട്ടൂല. ആ അല്ല ഇവിടെ ഇല്ല. ഇവിടെ നിപ്പ ഇപ്പൊ ആകെ കുടുങ്ങി. ആഴ്ചയിൽ 2 ദിവസം ഇഷ്ടമല്ല. എന്റെ വീട്ടിലോട്ട് നെല്ലിയാമ്പതിക്ക് വരുന്ന സീനാണ് ഞാൻ ഓർക്കണേ. അവിടേക്ക് വരുമ്പോ മേഘം കാണാത്ത റോഡ്.